പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് അനേക ആത്മായ ശുശ്രൂഷകരെ അച്ഛനറിയാം. അതിൽ പലരോടും ചോദിക്കുമ്പോൾ അവർക്ക് ഈ വചനം ശരിക്കും അവരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് തീയായിട്ട്, അതിലൊരു സഹോദരനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് സഹോദരൻ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഇത്രമാത്രം വില കൊടുത്തിട്ടാണ് വരണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വചനമുണ്ട്, അത് ജെറമിയ 23:29 അഭിഷേകമാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. അതായത് ശരിക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രിയ സഹോദരങ്ങൾ, ആ വചനത്തിന് വേണ്ടി നമ്മൾ മരിക്കും. ആ വചനത്തിൽ സന്തോഷമുണ്ടേ, ആ വാക്കിനാൽ വിടുതലുണ്ടേ, ആ വചനത്താൽ പൂർണ്ണതയുണ്ടേ, ആ വാക്കിനാൽ നിറവുമുണ്ടേ. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കുളം പോലെയുമല്ലേ. പ്രിയ സഹോദരങ്ങൾ, വചനം അഗ്നിയാണെന്ന് പറയുമ്പോൾ അത് ആവശ്യമില്ലാത്തതിനെ കത്തിച്ചു കളയും. അത് നമ്മുടെ മുൻപിലെ ശരിക്കും പാറയെ പോലെ നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ ശരിക്കും കൂടം കൊണ്ട് തകർക്കുന്നത് പോലെ വചനം തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ഒരു ദൈവ പൈതൽ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമോ അത്രമാത്രം അത് അഭിഷേകമായി, അനുഗ്രഹമായി, തകർച്ചകളിൽ നിന്നുള്ള സംരക്ഷണമായി വചനം നിലനിൽക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം വലിയ ആഗ്രഹത്തോടെ, എൻ്റെ യേശു എന്നോട് സംസാരിക്കുന്നതാണ് എന്ന ആഗ്രഹത്തോടെ വചനം വായിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.